വേഗം വെട്ടി തെളിക്കടാ. നിർത്തടാ തെണ്ടികളെ. എന്റെ പുരയിടത്ത് കയറി കയറ് കെട്ടാൻ നിനക്ക് ആരുടെ അധികാരം തന്നത്? വെറുതെ ചൂടാകാതെ സാറേ. ഇതേ ബോർഡ് കണ്ടില്ലേ? ഇതേ ഓറഞ്ച് പ്രോപ്പർട്ടീസിന്റെ സ്ഥലമാ. ഞങ്ങളിവിടെ ഫ്ലാറ്റ് കെട്ടാൻ പോവാ. കണ്ടവനെ നെഞ്ചത്ത് കയറിയാണോ ഓറഞ്ചും ആപ്പിളും ഒക്കെ നടന്നത്? തനിക്ക് വല്ലതും പറയാനുണ്ടോ? ഞങ്ങളുടെ MD ഒന്ന് പറ. എനിക്കൊരു തെണ്ടിയോടെ പറയാനില്ല. പാട്ടികളെ, ഈ അതിക്രമം തടയാൻ ഇവിടെ ആരും ഇല്ലല്ലോ ദൈവം. ഓ സാധനമില്ല. ഉദാരാ എന്റെ പൊന്ന് സാറേ, ഈ ഉദാരനോട് ഇത്രയും ഉദാരത കാണിക്കാൻ ഞാൻ എന്തും. എന്റെ 18 വർഷത്തെ സർവീസിനിടയ്ക്ക് ഈമാലി ചളുക്ക് എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. പേപ്പത്തി അടിച്ച് പറിക്കുന്ന പോലല്ലേ അവന്മാരെല്ലാം കൂടെ എന്നെ അടിച്ച് പറിച്ച് കളഞ്ഞത്. അയ്യോ. പിന്നെ ചാക്കോ സാറിന് വേണ്ടി 4 ഇടി കൊണ്ടാലെന്താ 6 മാസത്തെ ശമ്പളത്തിന് തുല്യമായ ഫുഡല്ലേ ഒരു നേരം എനിക്ക് വാങ്ങിച്ചു തരുന്നത്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണമെന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? അതിന് ഇടി കൊള്ളണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ആപത്തിൽ ജീവൻ കളഞ്ഞും മറ്റൊരാളെ രക്ഷിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. അന്യന്റെ ബോഡിയിൽ ചതമേൽപ്പിക്കാതിരിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. അങ്ങനെ സ്നേഹിതന്മാരുണ്ടോ? ഉണ്ട്. വെറും ഒരു PC ആയ നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാമടേ? സാറ് പോകുന്ന പള്ളിച്ചുമരിൽ വെണ്ടയ്ക്ക മുഴുപ്പിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ? ആണോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. കണ്ണുണ്ടയായ പോരാ കാണണം. കണ്ണുണ്ടായ പോരാ കാണണം എന്നാണ്. കണ്ണുണ്ടയായ പോരാ അവന്മാര് എന്നെ നന്നായിട്ട് പെരുമാറിയില്ലയോ? ഒരു PC ആണെന്ന പരിഗണന പോലും തന്നില്ല. അയ്യോ, അവന്മാര് പണി പഠിച്ച മർമാണികളാ. സാറിന് വേണ്ടി എന്തോ റെഡിയായി ശരീരം ഏറ്റുവാങ്ങിയത്. അവന്മാരെ കണ്ടപ്പോഴേ എന്റെ ചങ്ക് കലങ്ങി. പിന്നെ എങ്ങനെയാ സാറേ സാറ് 4 പേരെ ഇടിച്ച് തെറിപ്പിച്ചു കളഞ്ഞത്? കാണാൻ വന്ന എന്റെ ഫാൻസ് കൈയടിച്ചപ്പോ ഞാൻ ഒരു ആവശ്യത്തിനെങ്കിൽ ചെയ്തു പോയി. എന്നാലും എന്നെ ചെക്ക് വെക്കാനുള്ള ഭയങ്കര കുരുട്ടുബുദ്ധി സാറിനുണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല സാറേ. മതി കയറ്റിയത് ശരിയാണ് നിന്റെ എല്ലിക്കറി. തിന്നുന്നവന്റെ ഉന്നം തെറ്റി ചന്നം മുടക്കല്ലേ സാറേ. സാറ് ഈ യമമുട്ട എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒട്ടകപ്പക്ഷിയുടെ അളിയൻ പക്ഷിയുടെതാ. മുട്ടതാ ഈ വലിപ്പം വരും. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് എന്നാ പറയുന്നത്. അടുത്ത ചെക്ക് വരട്ടെ. സാർ നീ അവിച്ച മുട്ട വേണം? വേണ്ട വേണ്ട, ഉള്ളതേ അവിഞ്ഞിരിക്കുക. അതിനെ ആര് തിന്നും? എനിക്ക് വയ്യ. നോക്കളയാ, എത്ര നിസ്സാരമായിട്ട് കണ്ടുപിടിക്കേണ്ട കേസാണെന്നറിയോ? ഏത് കേസ്? കളിക്കുടുക്കയിലെ മിങ്കുവിന്റെ കുറ്റാന്വേഷണം. ഇത് ഇത്രത്തോളം വലിച്ചു നീട്ടിയതും പോരാ, അവസാനം എഴുതി വെച്ചിരിക്കാം തുടരുമെന്ന്. മണ്ടന്മാര്. മനുഷ്യൻ ഇവിടെ തീ തിന്നുമ്പോഴാ അവന്റെ ഒരു കോമഡി കഥ. ബോസ് അങ്ങനെ ഈ വിവരം അറിഞ്ഞാലുണ്ടല്ലോ എന്റെ മുട്ടുകാരി പിറക്കുക. അയാളോട് പോവാൻ പറ. എടാ പുല്ലേ, സ്മരണ വേണോടാ സ്മരണ. അയാൾ ചത്തിട്ട് പോരാ. അതൊക്കെ ഉണ്ട ചോറിന് നന്ദി കാണിക്കണോടാ തെണ്ടി. ആ പാവം എത്ര സ്ഥലത്ത് തെണ്ടിയിട്ടാ ഓരോ കേസുകൾ ഉണ്ടാക്കി നമ്മളെ തീറ്റി പോറ്റുന്നത്. ആ തെണ്ടി തെണ്ടണമടാ തെണ്ടി. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഏച്ചി. പച്ചവെള്ളം കുടിച്ചതിന് വരെ കണക്ക് പറയുന്ന പിച്ചയാ. അളിയാ, ഞാൻ എപ്പോഴും പറയാറില്ലേ നമുക്കൊരു നല്ല കാലം വരുമെന്ന്. നീ വിശ്വസിച്ചോ? ഇല്ലല്ലോ. ദൈവമായിട്ടാ ബോസിനെ അങ്ങോട്ട് കെട്ടിയെടുത്തതും നമ്മളെ ഇങ്ങോട്ട് തട്ടിയത്. കിട്ടിയ സൗഭാഗ്യങ്ങളൊന്നും തട്ടിക്കളയരുതേ എന്റെ പൊന്നളിയാ. തട്ടിക്കളയുന്ന ദൈവമല്ല, ഇവിടുത്തെ തമ്പ്രാക്കന്മാരാ.
രൂപ 1-2 അല്ല സാർ എണ്ണി വാങ്ങിച്ചത് 75,000. ആ കിട്ടിയ കാശ് കൊണ്ട് കുറെ റോൾഡ് ഗോൾഡും താടിയും പൂടയൊക്കെ മേടിച്ച് അതങ്ങ് തീർത്ത്. ഇനി ഒരു നാരങ്ങ മുട്ടായി മേടിക്കാൻ പോലും എന്റെ കയ്യിൽ കാശില്ല. ഞാനൊരു സത്യം പറഞ്ഞ സാർ ഞെട്ടരുത്. എന്ത്? ഞാൻ അങ്ങ് മുങ്ങും, സാർ അങ്ങ് കുടുങ്ങും. നീ മുങ്ങിയാൽ ആ നിമിഷം നീ കുടുങ്ങും. അതെങ്ങനെ? നീ എവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ തമ്പ്രാനോട് പറയും. നീ പറയൂ. അളിയാ, നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് തല പുണ്ണാക്കണ്ട. നിന്റെ തല തണുക്കാനായിട്ട് ഒരു ഒറ്റമൂലി ദേ എന്റെ കയ്യിലുണ്ട്. ഇത് രണ്ടെണ്ണം അടിച്ചിട്ട് പുതിയ വഴികൾ ആലോചിക്കും. എനിക്ക് വേണ്ട. റമ്മാണ്. റമ്മാണ്. എനിക്ക് ചാറ്റ് ചെയ്യാനുള്ള സമയമായി. ഫ്രണ്ട്സ് വെയിറ്റിംഗില്ല. ഗുഡ് നൈറ്റ്. ഇന്നലെ ഗ്രീൻലാൻഡിലെ ആൾക്കാരുമായിട്ടാണ് ചാറ്റ് ചെയ്തത്. ഇന്ന് റഷ്യ ആയിട്ട് ചാറ്റ് ചെയ്യാം. ആഹാ, എന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ കുഞ്ഞുങ്ങളെ. എന്നാൽ ഇനി നമുക്ക് ചാറ്റ് ചെയ്യാം. ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യട്ടെ. അയ്യോ, ഈ തിരുക്കൊട്ടാരം പോലെ സുന്ദരം ഈ തിരു അടുക്കള, അതിനേക്കാൾ മധുര മനോഹരം ഈ തിരു തരണീമണികൾ. എങ്ങനെ ഈ തിരു പെണ്ണുങ്ങളുടെ ആരാധനാ പാത്രമാവണം. എന്നാൽ ഒരു കംപ്ലൈന്റും ഇല്ലാതെ സംഗതികൾ സാധിക്കാം. ദൈവമേ, ഇത്ര പെട്ടെന്ന് എന്റെ ദാഹം ഈ തിരുശരീരം തിരിച്ചറിഞ്ഞുവോ? തന്നോളൂ, തിരുമനസ് കുളിരെ തന്നോളൂ. തിരുരുചി അപാരം. ഈ തിരുമേനിയുടെ പേരെന്താ? മാധു. ആഹാ, വെരി നൈസ്. ഇവിടുത്തെ തിരുക്കുക്കാണല്ലേ? കൊക്കല്ല, കുക്ക്, പാചകക്കാരി. ഞാനിവിടുത്തെ പാചകക്കാരിയാ. ഇവിടെ വന്നിട്ട് തിരുവർഷം എത്രയായി? 1 വർഷമായി. തിരുവീട്ടിൽ കുഴപ്പക്കാരായ തിരു സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഔ, രക്ഷപ്പെട്ടു. ഹൈവേ ആണ്, ട്രാഫിക് ജാം ഇല്ല. ബൈ ദ ബൈ, കയറി കിടക്കാൻ സ്വന്തമായിട്ട് തിരുവീടുണ്ടോ? 10 സെന്റിലൊരു വീടുണ്ട്. ഓക്കെ ഓക്കെ, മതി മതി, ഞാൻ ധന്യനായി. നിനക്ക് എന്താ കാര്യം? തിരുമണ്ടൻ. ചോദിച്ചിട്ടില്ല എന്താ കാര്യം? അതെ, ഇവിടുത്തെ ജീവശാസ്ത്രപരമായ പ്രധാന സ്ഥാനം അടുക്കളയാണല്ലോ. ചെറിയൊരു മനച്ചാഞ്ചല് മതി തിരുഭക്ഷണത്തിന് ഉപ്പും പുളിയും കൂടാനും ബാക്കിയുള്ളവന്റെ വയറിളകാനും. അതൊക്കെ നോക്കാൻ ഞാൻ ഇവിടെ ഒരാളുണ്ട്. ബാഹ്യദേഹങ്ങളുടെ ഇടപെടലുകൾ വേണ്ട. ഓ, ബാക്കിയുള്ളവന് പരയായിട്ട് ഇറങ്ങിയിരിക്കുക. ഒന്നുമില്ല. ഒത്തിരി ഫ്രണ്ട്സിന്റെ അടുത്ത് പിന്നെ വരാം. ഈ മുട്ട പോട്ടെ. മാധു, ഈ പയ്യനുണ്ടല്ലോ, സത്യം പറഞ്ഞ എന്നെക്കാൾ പ്രായം കൂടുതലാ. ഫുൾ ഡയ്യാന്നേ. നോക്ക, വെണ്ടയ്ക്ക ചെന്ന് തക്കാളി വീണാലും തക്കാളി ചെന്ന് വെണ്ടയ്ക്ക വീണാലും കേടടുക്കളയ്ക്കാ പറഞ്ഞില്ല എന്ന് വേണ്ട. ഒന്ന് പോടോ.